അല്ല അല്ല, രാഷ്ട്രീയം പറയരുത് എന്ന് ഗായത്രി പറയുന്നത് ശരിയല്ല. ഗായത്രി രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞത്. ഗായത്രിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചായ്വുണ്ടെങ്കിൽ താങ്കൾക്കത് പറയാം. ഞാൻ രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞത്, ഇവിടെ കണ്ട ഒരു തെറ്റിനെയാണ് കാണിച്ചത്. WCCക്ക് ഉള്ള പരാതി, ആ പരാതിയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു ഗവൺമെന്റ് 4.5 വർഷം അതിലടയിരുന്നത് പുറത്തു വരുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യണ്ടേ? അതെന്തുകൊണ്ടാണ് നിയമമനുസരിച്ച്, നിലവിലുള്ള നിയമമനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് ഹൈക്കോടതി പറയേണ്ടി വന്നു. അത് തെറ്റാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെയും ഇന്നുമായി സംഭവിച്ച കാര്യങ്ങളും എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ പ്രതികരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ട പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കേസ് എടുപ്പിക്കേണ്ട ആഭ്യന്തരമന്ത്രി അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ പരാതിയായിട്ട് അവിടെ നിന്നോട്ടെ. ഇനിയും വരാൻ പോകുന്ന കോൺക്ലേവ് നടത്തിയിട്ട് കോൺക്ലേവിൽ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൺക്ലേവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ WCCയിലെ അംഗങ്ങളുടെ പരാതി അങ്ങ് തീർത്ത് കളയാം എന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നതെങ്കിൽ അതിനെതിരെ ആയിരിക്കും പ്രതിപക്ഷം. അത് രാഷ്ട്രീയം മാത്രമല്ല, ഒരു സ്ത്രീപക്ഷവാദം കൂടിയാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.